നമസ്കാരം. നോമ്പ് കാലം സംസാരങ്ങളുടെ കാലമാണെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. തീർത്തും മിണ്ടാട്ടം നഷ്ടമായ ഒരു സ്ഥലത്ത് ഒരാൾക്ക് കുറച്ചുനാൾ താമസിക്കേണ്ടി വന്നാൽ അയാൾ അതിനെ പ്രേതാലയം എന്നൊക്കെ വിളിക്കും. അങ്ങനെ ചെയ്താൽ ആ പ്രേതങ്ങളോട് ചെയ്യുന്ന വലിയൊരു അപരാധമാണത്. സുന്ദരമായ ചില വാക്കുകൾ കൊണ്ടോ അലിവുള്ള നോട്ടം കൊണ്ടോ ഒരു ചെറിയ ചിരി കൊണ്ട് പോലും രൂപപ്പെടുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ ഒരു സ്നേഹ സംഭാഷണം. പിന്നീട് എത്ര പെട്ടെന്നായിരിക്കും അതൊരു സത്സംഗമായിട്ട് പോലും മാറുന്നത്. ആരോഗ്യപരമായ പല ചിന്തകളും പ്രവർത്തികൾ പോലും നാമ്പെടുക്കുന്നത് അത്തരത്തിലുള്ളൊരു സംഭാഷണങ്ങളുടെയൊക്കെ തുടക്കത്തിൽ നിന്നാണ്. ഉപവാസം എന്നൊരു വാക്ക് നമുക്ക് നന്നേ പരിചയമുള്ളതാണ്. ഒപ്പം വസിക്കുക. അപ്പോൾ കൂടെ താമസിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാതെ അങ്ങനെ. യെശയ്യാ പ്രവാചകൻ ഉപവാസത്തെക്കുറിച്ച് പറയുന്നത് വായിച്ചിട്ടില്ലേ? നിങ്ങൾ ചില സംസാരങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാനാണ് പറയുന്നത്. കാലങ്ങളായിട്ട് ഒരാളുടെ മേൽ വെച്ച് കെട്ടിയതും അടിച്ചേൽപ്പിച്ചതുമായ സർവ്വകാര്യങ്ങളെയും അഴിച്ചു മാറ്റുക. അതിപ്പോൾ സമൂഹം കെട്ടിയ ചില ബന്ധനങ്ങളാവും. ഒരാളുടെ നീതിക്കുമേൽ അഹന്തയുടെ താണ്ഡവം ചവിട്ടി നാവടപ്പിച്ചിട്ടുണ്ടാകും. അധികാരത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ട് ഒരുവൻ്റെ സ്വാതന്ത്ര്യത്തെ വരിഞ്ഞു കെട്ടിയിട്ടുണ്ടാകും. സമ്മർദ്ദങ്ങളില്ലാതെ നടക്കാനെ കൊണ്ട് അല്ലെങ്കിൽ ജീവിക്കാനെ കൊണ്ട് ഒരാളെ അനുവദിക്കുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ ഒരു മറുവശം. എൻ്റെ ആളുകൾ, എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില ആളുകളെ കൂടെ കൂട്ടിയിട്ട് ചില ചട്ടമ്പിത്തരമൊക്കെ കാണിച്ച് നമ്മൾ മാടമ്പി കളിക്കുമ്പോൾ സത്യമായിട്ടും അതൊരു വെറുപ്പിക്കലാണ്. അപ്പോൾ ഈ യാത്ര നിറയെ സംസാരങ്ങളുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ യാത്ര ആസ്വാദ്യമാവുകയുള്ളൂ.